ഏതായാലും കുരുവട്ടൂരികൾക്ക് പറ്റിയ ഒന്നാം തരം പേരാണ് ഇബിലീസ് ത്വരീഖത്ത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കാണ്, ഇനി കുരുവട്ടൂരികൾ അറിയപ്പെടേണ്ടത് ഇബിലീസ് ത്വരീഖത്ത് എന്നുള്ള പേരിലാണ്. നല്ല യോജിപ്പുണ്ടല്ലോ. അല്ലാഹു തആല വിശുദ്ധമായ സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ ചവിട്ടി പുറത്താക്കി. ഖുർആനിൽ കാണാമല്ലോ, ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. ചവിട്ടിയാണ്ട് പുറത്താക്കിയിട്ട് ഖിയാമത്ത് നാൾ വരെ ശപിക്കപ്പെട്ടവനാണ്. ഇനി അതിൻ്റെ അടുക്ക് ഇനി ഒരു തൗബ ചെയ്യാനും കഴിയൂല. തൗബ ചെയ്താൽ പിന്നെ ഈ ഖുർആൻ പറഞ്ഞതിന്, അല്ലാഹു തആല പറഞ്ഞതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പിന്നെ ഖുർആൻ വലിച്ചെറിയേണ്ടി വരില്ലേ? അപ്പൊ ഖുർആനിന്റെ ഇജാസ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഒരിക്കലും ആര് തൗബ ചെയ്യാൻ പറ്റില്ല? ഇബ്ലീസ് തൗബ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ പിന്നെ ഇബ്ലീസിന്റെ പണി എന്താ? ആളുകളെ പേപ്പിച്ചിങ്ങനെ നടക്കുക. ഇതേ പ്രകാരം നമ്മളെ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നടന്നപ്പം പല ആലിമീങ്ങളെയും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ തെറി പറഞ്ഞ് നടന്നപ്പം അത് പാടില്ല എന്ന് പറഞ്ഞ് അത് അംഗീകരിക്കാതിരുന്നപ്പം ചവിട്ടി പുറത്താക്കിയതാ പ്രസ്ഥാനത്തുനിന്ന്. ഇപ്പോൾ ഇബ്ലീസിന്റെ പണി എടുത്തുകൊണ്ടിരിക്കുക, ആളുകളെ പേപ്പിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഇബ്ലീസിന്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഇബ്ലീസിനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൽ നസ്സായി പറഞ്ഞ വരെ തള്ളി, ഇമാമിയങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞത് വരെ തള്ളി, അതിനെ ദുർവ്യാഖ്യാനിച്ച് ഇബ്ലീസിനെ നന്നാക്കാൻ നോക്കുക. അപ്പോൾ ഇനി ഇബ്ലീസ് ത്വരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടും. ഏതായാലും കുരുവട്ടൂരിലേക്ക് കിട്ടിയ പേര് നല്ല അടിപൊളി പേരാ, ഇബ്ലീസ് ത്വരീഖത്ത്. അതൊന്നും അതിന് അർഹത തന്നെ, നമ്മളെപ്പോഴും പറയില്ലല്ലോ. ഈ തോന്നിയാസം തെറിയും ഇനി നമുക്ക് തൊള്ള തുറന്ന തെറിയല്ലേ. പണ്ട് നൗഷാദ് പറഞ്ഞത് എന്ത്, അത് ഇബ്ലീസിന്റെ ത്വരീഖത്താണെന്നുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇബ്ലീസ് ത്വരീഖത്ത് തന്നെയാണ്. ഇപ്പോൾ സ്ഥിരപ്പെട്ടു, പ്രഖ്യാപനം കഴിഞ്ഞു. ഇവിടുന്ന് ആണ്ട് ഇബ്ലീസ് ത്വരീഖത്ത് എന്ന വലിയ മജീസിനെ പറഞ്ഞവരെ അറിയപ്പെടും. നല്ല പേരാ. ഞാൻ ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുരീദ് പറഞ്ഞ ഒരു ക്ലിപ്പ് കണ്ടോളി, ഒന്ന് കാണിച്ചു തരണല്ലോ. അതും കൂടി കാണിക്കുക നമ്മൾ, എന്നിട്ട് നമുക്ക് മനസ്സിലാവും ആ ഇബ്ലീസ് ത്വരീഖത്ത് തന്നെയാണ് എന്നുള്ളത്. സംശയമില്ല. മറ്റേ വലിയ മുരീദ് തന്നെ വന്നോട്ടെ, നല്ല പേരൊക്കെ കിട്ടിയല്ലേ.